കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിൻ്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു, നിനക്ക് യാതൊന്നിനും മുട്ട് വന്നിട്ടുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമുക്കറിയാം, ആവർത്തന പുസ്തകം ഒരു ഓർമ്മപ്പെടുത്തലാണ്. പുറപ്പാട് മുതൽ ലേവ്യ, സംഖ്യ, ഈ 3 പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് മിസ്രൈമിൻ്റെ അടിമനുഖത്തിനകത്തു നിന്ന് കനാനിലേക്ക് ദൈവം കൊണ്ടുവരുന്ന വിധങ്ങൾ, ഈ 3 പുറപ്പാടിലും അതുപോലെ ലേവ്യ, സംഖ്യ, ഈ പുസ്തകങ്ങളിലൊക്കെ അത് പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് ഈ 3 പുസ്തകങ്ങൾക്കകത്ത് കിടക്കുന്ന വിഷയങ്ങൾ ഒന്നുകൂടെ ക്രോഡീകരിച്ച് പറയപ്പെടുന്ന അനുഗ്രഹീത പുസ്തകമാണ് ആവർത്തന പുസ്തകം. എന്തിനാണ് ദൈവം ഇത് റിപ്പീറ്റേഷൻ പോലെ നൽകിയത് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് വേറൊന്നുമല്ല, ഇസ്രായേൽ ജനം മറന്നു പോകരുത്, അല്ലെങ്കിൽ ദൈവം അവരെ നടത്തിയ വഴികൾ മറക്കരുത്, ദൈവം അവരുടെ കൂടെ ഇരുന്ന തലങ്ങൾ അവർ മറന്നു പോകരുത്. ഇതിനു വേണ്ടിയാണ് ദൈവം ഇവരെ ഈ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പ്രഭാതത്തിൽ തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, ആവർത്തന പുസ്തകം 2:7 എന്താ പറയുന്നത്? മരുഭൂമിയിൽ ഇസ്രായേൽ ജനം അലഞ്ഞ ഒരു കാലഘട്ടം, അല്ലേ? 40 വർഷത്തോളം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞ് നടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചു, അല്ലെ? അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ, ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല. ആ ഭാഗത്തെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ സന്ദേശത്തിൻ്റെ പരിമിതമായ സമയം അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇടുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, മഹാമരുഭൂമിയിൽ 40 ആണ്ടുകൾ ഇസ്രായേൽ ജനം അലഞ്ഞു നടന്നു. നമുക്കറിയാം, വെള്ളമില്ലാത്ത സമയം, ആഹാരമില്ല, സ്തോത്രം, ചൂടിൻ്റെ അല്ലെങ്കിൽ മരുഭൂമിയാണ്. അപ്പം പൊതുവെ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ വളരെ അനുഗ്രഹീതമായ രീതിയിലാണ്. ബൈബിൾ പറയുന്നത് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായിട്ടൊക്കെ ദൈവം അവരെ നടത്തി. അതുകൊണ്ട് മരുഭൂമിയിൽ ചൂടൊന്നും അവരെ തൊട്ടില്ല. പക്ഷെ അത് മാത്രമല്ലല്ലോ പ്രയാസം, പലതരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഒരുപാട് ക്ലേശങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ മഹാമരുഭൂമിയിൽ സ്തോത്രം നിങ്ങൾ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അർത്ഥം എന്നതാ? ഈ ചിന്തയിൽ നമ്മുടെ ജീവിതമായിട്ടൊന്ന് കണക്ട് ചെയ്ത്, നമ്മളിൽ പലരും നമ്മളൊക്കെ പറയുന്ന ഒരു പ്രധാന പരാതിയാണ് ദൈവത്തോട്, അല്ലേ? എൻ്റെ കഷ്ടത ദൈവം കാണുന്നില്ലയോ? എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകൾ ദൈവം കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചിന്തയുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്, നിങ്ങൾ മരുഭൂമിയിൽ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളായ നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പോടെ മനസ്സിലാക്കുക. നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല വഴികളും സകല പ്രതിസന്ധികളും ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ളത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല, ദൈവം അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. സകല കഷ്ടതകളും സകല പ്രതിസന്ധികളും ഒരുപക്ഷെ ഒരു വ്യക്തിയോ ഒരു സമൂഹമോ നമുക്കെതിരെ നിൽക്കുന്നത് പോലും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പക്ഷെ അതിനകത്തൊരു അനുഗ്രഹം ഞാൻ പറയും. ഇവിടെ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മഹാമരുഭൂമിയിൽ ദൈവം അവരുടെ പ്രവർത്തികളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവന്നു. 2, ദൈവം ആ മരുഭൂമിയിൽ അവരോട് കൂടെയിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ സ്തോത്രം നമുക്ക് കൂട്ടാളിയായി, നമുക്ക് തുണയാളിയായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, തിരുവചനം പറയുന്നത് പോലെ, കർത്താവ് എനിക്ക് തുണ, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഭാരപ്പെട്ടു പോകേണ്ട. മഹാമരുഭൂമിയിൽ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ പ്രവർത്തികളെ അവൻ അനുഗ്രഹിക്കും. അവൻ നിങ്ങളെ തള്ളിക്കളയും ദൈവമല്ല. അതുകൊണ്ട് ചഞ്ചലപ്പെടേണ്ട, ഭാരപ്പെട്ടു പോകേണ്ട, തളർന്നു പോകേണ്ട. ദൈവത്തിൽ ആശ്രയിക്കുക. മരുഭൂമിയുടെ മണ്ണിലും ശ്രേഷ്ഠമായി, മാന്യമായി, അനുഗ്രഹമായി നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ സന്ദേശം കേൾക്കുന്ന അനേക ആയിരങ്ങൾക്ക് ഇത് പ്രയോജനകരമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ,
ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.